അപ്പൊ ഞങ്ങളിപ്പോ ഒരു യാത്ര പോവാൻ പോവാണ്. ഞാൻ മാസ്ക് എടുത്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. ഒരു കാഴ്ചയൊക്കെ കാണാനാണ് പോണത്. അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് അമ്മ പറയണേ. ഇത് എല്ലാവരും കേറി അപ്പൊ കയറാൻ തുടങ്ങണു. അമ്മ മാസ്ക് ഒക്കെ ഫിറ്റ് ചെയ്യുക. അപ്പൊ കേറുക. അതെ, ലോക്ക്ഡൌണിന് ശേഷം ആണ് എല്ലാവരും നന്നായിട്ട് വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചു. അക്കൂട്ടത്തിൽ ഞാനും പഠിച്ചു. നന്നായി ഓടിക്കാൻ ഇപ്പോഴാണ് ശരിക്കും പഠിച്ചത്. അതെ അതെ അതെ, ഇനി അവിടെ ചെന്നിട്ട് കാണാം. റോഡ് കാഴ്ചകൾ അധികമായിരിക്കില്ല, അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളായിരിക്കും കൂടുതൽ. അപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് ഇപ്പൊ എത്തിയിരിക്കുകയാണ്. കുറച്ച് കാഴ്ചകൾ നമ്മളിനി കാണാൻ പോവാ. കണ്ടോ, നല്ല വയലോരമാണ്. അതെ 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 അതെ, കൊറേ അതെ പിള്ളേർ അവിടെ ഇരുന്ന് പന്ത് കളിക്കുന്നുണ്ട്. അതെ, അമ്മ ഇവിടെ അമ്മേനെ കാണാനില്ലല്ലോ. അതെ, പതുക്കെ അങ്ങ് പോവായിരിക്കും. അതെ അതെ, നമുക്കിനി പതുക്കെ ഒന്ന് പോവാം. വൈകുന്നേരം 5 മണി. ഇനി എന്തൊക്കെ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് വഴിയേ കാണാം. അപ്പൊ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഈ മരത്തിന്റെ ഇതിൽ പറഞ്ഞ എടുക്കാൻ മേലായിരുന്നു. ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അവിടെയൊക്കെ കൊറേ കാണാനുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഒരു വ്യൂ, ഈ ഒരു വ്യൂ, ഈ വ്യൂവിൽ നല്ല ഭംഗിയാണ്. കൊറേ ഇരിക്കാനൊക്കെ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ. അടിപൊളി സ്ഥലത്തെ പോലെ കളമ്പൂർക്കാവ് കഴിഞ്ഞിട്ടുള്ളതുപോലെ അല്ലേ. ബെഞ്ചുകള്, കൊറേ പേരവിടെ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത്. ഓ, ചാരി ബെഞ്ച് പോലെ കേട്ടോ. ഇത് നമ്മുടെ ഗോശ്രീയുടെ അവിടെ, എറണാകുളം ഗോശ്രീയുടെ അവിടെ ഇതുപോലെ കൊറേ ചാരി ബെഞ്ചൊക്കെ ഉണ്ട്. ബൊട്ടാനിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ നല്ല രസാട്ടാ ഇവിടേക്ക് ഇരിക്കാം വൈകുന്നേരം. ഇപ്പൊ വെയിലാ, വൈകുന്നേരം വന്നു കഴിഞ്ഞാല് നമുക്ക് കൊറേ ഇരിക്കാം. ഇഷ്ടംപോലെ വീടുകൾ ഒരു സൈഡിൽ. ഇതെന്നാ പോലെ ഇവിടെ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ആക്കിയത്? ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട്. അവിടെ കൊറേ പശു, കൊറേ കൊക്കുകളും ഒക്കെ ഉണ്ട്. ലൈറ്റ് നല്ല കറക്റ്റ് അപ്പൊ, അതുകൊണ്ടാണ് നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. അതൊരു വലിയ വീടാട്ടോ. എന്ത് വലിയ വീടാ. പക്ഷെ ജോയിനിങ് ഇല്ലാന്ന് തോന്നുന്നല്ലേ ആ വീടിന്. ജോയിനിങ് ഇല്ല, നമ്മളെ ഒറ്റ വീടാന്ന് വിചാരിച്ചേ. രണ്ടും ഒരേപോലെയുള്ള വീട് കേട്ടോ. ചിലപ്പോ ബ്രദേഴ്സിന്റെ വീടായിരിക്കും. അങ്ങോട്ട് പോയാ ഒന്നുമില്ല. അപ്പൊ നമ്മള് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ടോ വന്നത്. ഇവിടെ നല്ല രസമുള്ള കാഴ്ചയാണ്. കണ്ട, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. വൈകുന്നേരം ഓ നല്ല വ്യൂ. പശു ഉണ്ട്. ഏറ്റവും നല്ലത് വേറൊരു വ്യൂ ആ ചെറിയ മിററിലൂടെ. ആ പശുവും കൊക്കും. പശു ഉള്ള എല്ലായിടത്തും കൊറേ കൊക്കുകളുണ്ടാവും. 2 പശു, പാണ്ടുവരെയും പശു. അതെ 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 അതെ, ആൾക്കാർ നടന്നു പോകണം. നല്ല രസം കാണാനായിട്ട്. നീണ്ടു കിടക്കുന്ന വഴി. ഓ, ഇത് നമ്മുടെ തിരുമറിയൂര് പോലെ ഉണ്ട് കേട്ടോ. അതുപോലെ ഉണ്ട് ഇവിടെ. ഈ കളമ്പൂർക്ക് പോകുമ്പോഴുള്ള നമ്മള് കൊണ്ട് പോയില്ലേ അവിടെ. അവിടെ ഇരിക്കണുണ്ട്. അതേ, ഇരിക്കാനൊക്കെ കൊറേ സ്ഥലമുണ്ട് കേട്ടോ. കൊറേ ഒരു അപ്പൂപ്പൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പൂപ്പനൊന്നല്ല, വലിയ പ്രായമൊന്നും ഇല്ല. എല്ലാവരും നമ്മളെ നോക്കുക, വീഡിയോ ഒക്കെ എടുക്കണുണ്ടല്ലേ.
റോഡ് പണി നടക്കുന്നു, വാഹനം സൂക്ഷിച്ചു പോവുക. നമ്മള് വളരെ സൂക്ഷിച്ചാ പോണേ, നമ്മള് നിർത്തിയാ പോണേ. പടവും കൂടെ ഇരിക്കുന്നോണ്ട് പറയാനില്ല. അതെ, ഒത്തിരി വീടുകളുണ്ട്. പക്ഷെ ഇരിപ്പിടമൊക്കെ ഉണ്ട്, കൊറേ പിള്ളേര് അവിടെ വന്ന് ഇരിപ്പുണ്ട്. പക്ഷെ വെയില് അല്ലേ, ഈ സമയത്തോടെ വെയില്. നല്ല രസം കാണാൻ. ഇപ്പുറത്തെ സൈഡ് നമ്മളാണ്. ഇത് ഏത് ഈ ഫ്ലാറ്റ്? നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടില്ലല്ലോ, അപ്പാർട്ട്മെന്റ് ആന്ന് തോന്നുന്നു കേട്ടോ. അത് ഞാൻ പറയാം, അത് കാറ്റാടി ലൈൻ എന്നും പറഞ്ഞൊരു ബോർഡ് ഉണ്ടാക്കാം. കാറ്റാടിയിൽ അവരുടെയാണ് സ്ഥലത്തിന്റെ സ്പെസിഫിക്കേഷൻ. ഇത് നമ്മള് ചോറ്റാനിക്കര കോട്ടയത്ത് പാറയെന്ന് കുറച്ചിനെ അവിടെ താറാവുണ്ട് കേട്ടോ. താറാവ് നല്ല രസം. താറാവ് ചോറ്റാനിക്കരന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് പോന്ന് കഴിയുമ്പോ കോട്ടയത്ത് പാറ വരുമ്പോ അവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി, അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോ കടുങ്ങമംഗലം പള്ളിയിട്ട് പോണ റൂട്ട്. അതെ 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 അതെ. മുളന്തുരുത്തിന്ന് വരുമ്പോഴാണ് കോട്ടയത്ത് പാറ കഴിഞ്ഞ്. അതെ അതെ അതെ. എറണാകുളത്ത് നിന്ന് വരുമ്പോ തിരുവാങ്കുളം കഴിഞ്ഞ്. ഇനി നമ്മൾ തിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ കാഴ്ച. കാഴ്ചകൾ അവസാനിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. അങ്ങോട്ട് പോയപ്പോ വെയിലായി, ഇനിയിപ്പോ നമുക്കൊന്നും കാണാൻ നേല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റ് ആട്ടോ. എന്താ വെച്ചാൽ ഈ വൈകുന്നേര സമയങ്ങളിൽ വീട്ടിലൊക്കെ ഇരുന്ന് മടുത്ത് കഴിയുമ്പോഴേ അത് നല്ല സൈറ്റ് ആട്ടോ. അപ്പോൾ വൈകുന്നേരമായിട്ട് നല്ലൊരു കാഴ്ച കണ്ടില്ലേ, അതായത് ആ സൂര്യകിരണങ്ങള് പാടത്തേക്ക് അടിക്കുമ്പോൾ നല്ല ഭംഗിയാ കാണാൻ. പണ്ടത്തെ ഒരു ഗ്രാമപ്രദേശത്തെ കാഴ്ചകളാണ്. പണ്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഇപ്പൊ ഇത്ര അങ്ങനെ ഇല്ല. ഇപ്പൊ അധികം ആൾക്കാർ അങ്ങനെ ആരും പശുവിനെ ഒന്നും അങ്ങനെ കൊണ്ടേ കെട്ടുന്നൊന്നുമില്ല, വളർത്തലൊക്കെ കുറഞ്ഞു. അതെ, അവിടെ ഒരു ഫ്രൂട്ട് ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ദൂരം നോക്കി ഫ്രൂട്ട് ഷോപ്പ്, വഴിയോര കച്ചവടം ഇപ്പൊ കുറഞ്ഞു. പണ്ട് കുറെ ഉണ്ടായിരുന്നു, ഇപ്പൊ വീണ്ടും കുറേശ്ശെയൊക്കെ തുടങ്ങിയതാന്ന് തോന്നുന്നത്. രണ്ടാമത് അവിടെ കരിക്ക് വെച്ചിരിക്കുന്നു. കരിക്ക് എവിടെ കണ്ടു കഴിഞ്ഞാലും ഞാൻ അപ്പൊ അവിടെ ചാടി വീഴും. അപ്പൊ കാഴ്ച കണ്ടിരിക്കും. അപ്പൊ നല്ല രസമായിരുന്നു. നമ്മുടെ അവിടെ ഉണ്ടെന്ന് ചോദിച്ചേ, ഒരു 6-7 കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളു. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനുള്ള സ്ഥലങ്ങളൊന്നും വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഇനി നമ്മൾ എവിടെയാ പോണേന്നറിയോ? അമ്മയുടെ ഒരു ഫേവററ്റ് സ്ഥലത്തേക്ക്. അമ്മയുടെ ഫേവററ്റ് സ്ഥലം ഏതായാലും ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം. അവിടെ ഒരാൾ ഒളിഞ്ഞിരിക്കണ്. അപ്പാർട്ട്മെന്റ് ആയിരിക്കും. എത്ര നാളായി നമ്മൾ ഇതുപോലെ ഒരു പച്ചപ്പ് കണ്ടിട്ടില്ലേ? നല്ല രസം. പമ്പ് കണ്ടോ, വെള്ളം അടിക്കണ്ടേ പമ്പ്. അങ്ങോട്ട് അവിടെ ഇത് തോട്ടിന്ന് വെള്ളം അടിക്കുന്നതാ കൃഷിക്കങ്ങോട്ട്. ഇന്ത്യൻ ഓയിലിന്റെ ഒരു പമ്പുണ്ട്, അങ്ങ് ദൂരെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ റോഡ് ട്രിപ്പിലെ കാഴ്ചകളാണ്. നമ്മൾ ആലപ്പുഴ പോയ ട്രിപ്പ് കണ്ടപ്പോഴേ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത്രയ്ക്കൊന്നും ഇല്ല, ഇതൊരു ഷോർട്ടാണ്, ഷോർട്ട് ട്രിപ്പ്. ഒരു ചായ കുടിക്കാൻ പോവാ, അത്രേ ഉള്ളൂ. ഒന്ന് പുറത്തിറങ്ങിയ ഒരു ചായ കുടിക്കാൻ മടങ്ങി പോവാ. അതെ അതെ. അപ്പോ ഈ വഴി ഒരു പ്രധാനപ്പെട്ട വഴിയാണ്, എല്ലാവർക്കും വളരെ പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ ഒരു ക്ഷേത്രമാണ്. ആ വഴിക്ക് പോണം, ചോറ്റാനിക്കര അമ്പലത്തിലേക്ക്. നമ്മൾ ഏത് വഴിയാ പോണേ? ഇതാണോ നമ്മളെ റെസ്റ്റോറന്റ്? ടെമ്പിൾ പ്ലാസ. ഇവിടെയാണോ നമ്മൾ കയറാൻ പോകുന്നത്? ഇവിടെ കയറാം. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം. സാനിറ്റൈസർ ഉണ്ടോ? അമ്മ വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കണ സ്ഥലം ഇതാട്ടോ. അമ്മ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ആദ്യം നോക്കും. അപ്പൊ ഞങ്ങൾ ഇരുന്നിട്ടോ. കുറെ ആർട്ട് വർക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഈ ചെടികൾ അത് പുറത്തിറങ്ങി വേണ്ടെങ്കിൽ ഓസി കിടക്കുന്നുണ്ട്, അത് നല്ല രസമാണ്. അമ്മയ്ക്ക് ചെടികളാണ്
നല്ല രസമുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ ഇങ്ങനെ കാണാം. നല്ല വ്യൂ ആയിട്ടാണ് കുറേ വണ്ടികളൊക്കെ പോകുന്നത്. അമ്മേനെ കാണാനില്ല. അമ്മയുടെ മുഖത്തേക്ക് ലൈറ്റ് വന്നില്ല. ഇവിടെ അപ്പം ഇരിപ്പുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പടം എടുക്കാൻ പറയണത്. ചെയറുകൾ മാറി മാറി ഇരുന്നാണ് പടം എടുക്കുന്നത്. അതെ, ഇങ്ങോട്ട് നോക്കി. അമ്മ എന്നാ പറഞ്ഞേക്കണേ? അത് ഞാൻ എടുത്തു. മ്യൂറൽ, അതാണ് മ്യൂറൽ ആർട്ട് വർക്കാണ് അത്. അവിടെയൊക്കെ എല്ലാ ഭിത്തിയിലും അമ്മ നെയ് റോസ്റ്റാണോ പറഞ്ഞേക്കണേ? ഓ എന്തൊരു ഭയങ്കര അടിപൊളിയാട്ടോ. എന്തൊക്കെയാണ് ചട്നി? സാമ്പാറും 2 തരം ചട്നി. തേങ്ങാ ചട്നി, സാമ്പാർ. ഇത് ഭയങ്കര വലുത് കേട്ടോ. നല്ല രസമുണ്ട് ഇത്. നല്ലതാണ്, നല്ല സ്മെൽ. അടിപൊളിയാ. അമ്മ ഞാനും അങ്ങനെ തന്നെ, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല. നീ കണ്ടോ, അതേ ഒലിച്ചിരിക്കുന്നു. തേങ്ങ ചട്നിയാണ് അപ്പം ആദ്യം എടുക്കുന്നത്. വേറെ 2 ചട്നിയുണ്ട്. ടൊമാറ്റോ ചട്നി ഉണ്ട്, തേങ്ങ ചട്നി, പിന്നെ സാമ്പാർ. അങ്ങനെ സാമ്പാർ വെച്ചിട്ട് ഫിനിഷ് ചെയ്യാന്ന് വെച്ചാൽ സന്ധ്യ നമുക്ക് ഇവിടെ നല്ല തിരക്കാം. നല്ല നല്ല നീണ്ട ഫ്രൈറുണ്ട്. നല്ല രണ്ടും നല്ലതാണ് ചട്നി. സാമ്പാർ എടുത്തില്ല, ചട്നി രണ്ടും നല്ലതാണ്. ചട്നിയാണ് വന്നേക്കണേ. അപ്പോൾ സാമ്പാറൊക്കെ എടുക്കാൻ പോകട്ടോ. എൻ്റെ ചട്നി ഇത്തിരി എടുത്തു നോക്കട്ടെ. ചട്നി രണ്ടും നല്ലതാട്ടോ. ചട്നി തന്നെ ഞാനത് അതാണ് അറിയാം. ഇതിൽ കുറവായതുകൊണ്ട് അതിന് അപ്പം ഞാൻ കഴിക്കാൻ പോവാം. ഇതുപോലെയാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് ഹെവി ആയിട്ടും വേണ്ട. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ കഴിച്ചില്ല. പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചത്. അപ്പോൾ പിന്നെ ഹെവി ആയിട്ടൊന്നും വേണ്ട. ഐസ്റ്റിക്ക് ഉണ്ടായിരുന്നു. ലൈറ്റായിട്ടൊരു ഉൾപ്പെട അത്രേ ഉള്ളൂ. കഴിച്ചിട്ടാണ് കണ്ടോ അമ്മയ്ക്ക് ഈ ഓസ് വളച്ചിട്ടിരിക്കുന്ന എടുക്കുന്നത്. കുറേ ആയി എന്നോട് പറയുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അടിപൊളി. നല്ല ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സർവീസൊക്കെ ആയിരുന്നു. നല്ല ഫുഡും ആയിരുന്നു. ചോറ്റാനിക്കര ഈ ഭാഗത്തുള്ള ഈ റെസ്റ്റോറൻ്റാണ്. പുതിയതാണോ എന്നറിയില്ല, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. പുതിയ റെസ്റ്റോറൻ്റ് ആണോ? പുതിയതല്ല, നേരത്തെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, റെനോവേറ്റ് ചെയ്തത്. അപ്പം ഞങ്ങളൊരു ദിവസം ഇതിലെ വന്നപ്പോൾ റിനോവേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കിനി പോകാം. ചെടികളൊക്കെ നമ്മുടെ കണ്ണൊക്കെ ചെടികളിലേക്ക് പോകാം. ഇനി നമ്മൾ ചോറ്റാനിക്കരയിലേക്ക് തിരിഞ്ഞു. ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥ പണ്ട് പല സിനിമകളിലും വന്നിട്ടുള്ള ഹോട്ടലാട്ടോ. പോയിട്ടുണ്ട് നിന്റെ ബാല്യം. പിന്നെ ഇതിലെ അങ്ങനെ വരവില്ല, നമ്മളെ നടക്കാവ് റൂട്ടല്ലേ, പോക്കല്ല. ഇതോ ആ കാണുന്നതാണ് അമ്പലം. പ്രശസ്തമായ, കേരളത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രമാണ്. കേരളത്തിന് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണാണ് ഗവൺമെന്റ് ഹോമിയോ കോളേജ്. ലെഫ്റ്റ് വഴി അവിടെ നിന്നല്ലേ, അവിടെ നിന്ന് ഒരു ലെഫ്റ്റിലേക്ക് അങ്ങോട്ടൊരു വഴിയുണ്ട്. അതാണ് ഹോമിയോ കോളേജ്. ചോറ്റാനിക്കര ദേവി ടെമ്പിൾ. ഇപ്പോഴും ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട്. കോവിഡ് മാനദണ്ഡ വീടായിരിക്കും അല്ലേ?
പ്രോട്ടോകോൾ ഉള്ള കാരണം അങ്ങനെ. വന്നിട്ട് എത്ര മാസങ്ങളായി. ഈ ഭാഗം വന്നിട്ട് ഒത്തിരി കാലങ്ങളായി. ചോറ്റാനിക്കലെ സ്കൂള് വേണമെങ്കിൽ ഒന്ന് എടുത്തോ. ഹയർ സെക്കൻഡറി റൈറ്റ് സൈഡ് ബോർഡ് ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡ് ഇതാണ്. ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളാണ്. ലെഫ്റ്റ് സൈഡും ഉണ്ട് അതിന്റെ ബിൽഡിംഗ്. ഹയർ സെക്കൻഡറി ബിൽഡിംഗ്. ഇതാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ചോറ്റാനിക്കര. വലിയ ഗ്രൗണ്ടായതില്ല. അതെ അതെ, ഈ ഗ്രൗണ്ട് എപ്പോഴും നമ്മള് പറയാറുള്ള വരവേ ഇല്ലാത്തോണ്ട് ഇതെല്ലാം മറന്നു. അതെ 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 അതെ. എന്ത് വലിയ ഗ്രൗണ്ട് അല്ലേ. അവിടെ ബേക്കറിയാണ് നമ്മള് സ്ഥിരം കാണുന്നത്. ബേക്കറി ഹോട്ടലും. അപ്പൊ നമ്മൾ ചോറ്റാനിക്കര കഴിഞ്ഞില്ല. അതെ ഹോസ്പിറ്റൽ. ഇതാണ് SD ടാറ്റ ഹോസ്പിറ്റൽ. ഭയങ്കര ഫേമസ് ഹോസ്പിറ്റൽ അത് ചോറ്റാനിക്കരയില്. ഹോട്ടൽ ആലിപ്പഴം അമ്മയ്ക്ക് പറ്റിയ ഹോട്ടലാട്ടോ അത്. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അല്ലേ. ഒരു റോഡ് ട്രിപ്പ്. അപ്പൊ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങള്. അമ്മ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു തോന്നുന്നുണ്ട്. അതെ, അമ്മ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് ഓരോ സ്ഥലങ്ങളൊക്കെ. പോയി സ്ഥലങ്ങളല്ലടി, ഓരോ വീടുകളുടെ ചെടികളൊക്കെയാണ്. അതെ, അമ്മ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ നോക്കിയിരിക്കുക, കണ്ണെടുത്തിട്ടില്ല. ഞാൻ ഓരോ വീടിന്റെ ചെടികളൊക്കെ നോക്കുവോ, ഇങ്ങനെ ഓരോരുത്തർ ചെടികളൊക്കെ നനയ്ക്കണം. അതെ, പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കണം. വേനൽക്കാലം ആയതുകൊണ്ട് അമ്മയ്ക്ക് അതൊക്കെയാണ് കാണാൻ ഇഷ്ടം. അപ്പം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അതൊരു കുഞ്ഞു റോഡ് ട്രിപ്പായിട്ട് നമ്മൾ പോയത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാന്നൊക്കെ വിചാരിച്ചെടുത്തതാട്ടോ. അപ്പൊ നിങ്ങളും എൻജോയ് ചെയ്യുന്നു കരുതുന്നു. കാരണം ഇപ്പൊ ഒരുപാട് പേർക്ക് അങ്ങനെ പുറത്തേക്ക് പോകാനൊന്നും പറ്റണില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇതൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. പുതിയ ബിസ്മി വരുന്നുണ്ട്, അത് കാണിക്കാട്ടോ. ഉദ്ഘാടനം ചെയ്തോ? ചെയ്യാൻ പോവാട്ടോ. ബിസ്മി വരാൻ പോവാണ്. ഇത് വട്ടക്കുന്ന് ഭാഗമാണ്. അതെ, സ്വാഗതം. പ്ലാസ്റ്റിക് രഹിത പഞ്ചായത്താണ് നമ്മുടെ. അതെ. പയറൊക്കെ വിതച്ചിട്ടുണ്ടല്ലോ അവിടെ. ഇവിടെ കൃഷിയുള്ള പാടാണ് കേട്ടോ. ഇപ്പൊ കൃഷിയൊക്കെ കഴിഞ്ഞു, കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് പയറ് വിതച്ചിരിക്കുന്നത്. അതാണ് സംഭവം. നല്ല ഒരു സ്ഥലമാണ് കേട്ടോ വളന്തുരുത്തി. അതുണ്ടോ നമ്മുടെ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് എപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം കാണാം. കംപ്ലീറ്റ് ചെയ്യാത്ത ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് കൊറേ കാലങ്ങളായി അങ്ങനെ കിടക്കണം. എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യണേന്ന് നമുക്കറിയില്ല. അയ്യോ, ഗേറ്റ് അടച്ചു. ഗേറ്റ് അടച്ചു. ജസ്റ്റ് മിസ്സായി പോയിട്ടോ. കൊഴപ്പില്ല, ഇനി ട്രെയിൻ വരണത് നോക്കി നമുക്ക് കിടക്കാം. അതെ, ട്രെയിൻ പോണത് നമുക്ക് കാണാം. നിർത്തുക. 6 മണിക്ക് വരണ ഏതോ ഒരു ധൻബാദ് ആയിരിക്കും ചിലപ്പോ. അല്ല, ധൻബാദ് അല്ലല്ലോ, ധൻബാദ് നേരത്തെ പോകും. നിർത്തുക, സ്റ്റോപ്പ്. ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കാലങ്ങൾക്ക് ശേഷം ഒരു ട്രെയിൻ പോണ കാണണേന്നറിയോ. മറ്റേ സ്ഥിരം ട്രെയിൻ യാത്രക്കാരി. അതെ, എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ട്രെയിൻ യാത്ര. എനിക്ക് ഡേ ടൈമിൽ ഇഷ്ടം ട്രെയിനില്. ഗേറ്റ് തുറന്നു. എന്താ നോക്കി ഗേറ്റ് തുറന്നു കഴിഞ്ഞപ്പോ ഇവിടെ സൊമാറ്റോ സർവീസ് ഉണ്ടോ? ഇവിടെ സൊമാറ്റോ സർവീസ് ഒക്കെ ഉണ്ടോ? കൊള്ളാലോ. സൊമാറ്റോയുടെ ബോർഡല്ലല്ലോ, സൊമാറ്റോയുടെ വണ്ടിയല്ലേ പോണേ. അതെ, വളന്തുരുത്തി അവിടം വരെ ആയി. അപ്പൊ അതെ, ഈ ബിൽഡിങ് പൊളിച്ചല്ലോ. ആ ബിൽഡിങ് പൊളിച്ച്. ഇവിടെ സൊമാറ്റോ സർവീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അമ്മക്ക് വീട്ടിൽ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്യാം. നമ്മള് ചെടി മേടിക്കാൻ നഴ്സറിയാ. അതെ, അവിടെ കുളത്തും കാലം നിറയെ മരങ്ങളും ഒക്കെ ഉള്ള നമ്മുടെ നാട്.